2025 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് 22,530 എന്ന റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും പ്രീവിയസ് ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.61% അല്ലെങ്കിൽ 135 പോയിന്റ് ഉയർന്ന് 22,462 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് എല്ലാ സെക്ടറുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ബാങ്ക് നിഫ്റ്റി 0.96%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 2.9%, മിഡ് ക്യാപ് ഇൻഡെക്സ് 2.7% ഉയർന്നു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 2054ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 251ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. വെള്ളിയാഴ്ച പുറത്തുവന്ന കീ ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ്റെ സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മെറ്റൽ ഇൻഡെക്സും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട ഇൻഡെക്സുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഫിം സപ്പോർട്ടും ഇന്ന് മാർക്കറ്റിന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയതിന് പിന്നിൽ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. എന്നിരുന്നാലും നിഫ്റ്റിയുടെ ഡെയിലി ബേസ് ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഡയറക്ഷൻ ലെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ. ഈ ആഴ്ച ഒരു ഡേറ്റ ഡ്രിവൺ ആഴ്ച ആയതുകൊണ്ട് വരുന്ന ഡേറ്റകൾക്കനുസരിച്ചുള്ള മൂവ്മെൻ്റാണ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഏപ്രിൽ 3-ാം തീയതി ആരംഭിച്ച് ഏപ്രിൽ 5-ാം തീയതി അവസാനിക്കും. അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റും നാളെ മുതൽ വന്നു തുടങ്ങും. ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോയും ക്രൂഡ് പ്രൈസ് പോലുള്ള ഡേറ്റയും മാർക്കറ്റിൻ്റെ ഗതിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഡേറ്റയാണ്. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിന് ഇപ്രാവശ്യം അത്ര വലിയ റോൾ ലഭിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്രാവശ്യവും RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നിഫ്റ്റിയെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഇന്ന് ഒട്ടുമിക്ക ഇൻഡിസസുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏറ്റവും മികച്ച പെർഫോമൻസ് റിയാലിറ്റി സെക്ടർ കാഴ്ചവെച്ചു. റിയാലിറ്റി സെക്ടർ 4% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകൾ 3% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. എന്നാലും മാർക്കറ്റ് എക്സ്പെൻസീവ് സോണിൽ എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ഫ്ലക്ച്വേഷൻസ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. IT, ഫിനാൻസ് പോലുള്ള കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റും വരുന്നതുകൊണ്ട് ഈ രണ്ട് സെക്ടറിലെ സ്റ്റോക്കുകളെയും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. ഇന്ന് 22,400 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ ഇൻഡെക്സ് 22,700, 23,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരും എന്നാണ് അനലിസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 22,200, 22,050 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇനി RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ബാങ്ക് നിഫ്റ്റിയെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇവൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 48,000 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. അതേസമയം വിക്സ് അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് 5.84% ഇടിഞ്ഞ് 12.08 എന്ന ലെവലിലേക്ക് എത്തിയതും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ ഉയർന്നു വരുന്ന വലിയ ബൈയിങ്ങും മാർക്കറ്റിന് ബയേഴ്സിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റയാണ് മാർച്ച് മാസത്തെ GST കളക്ഷൻ ഡേറ്റ. മാർച്ച് മാസത്തെ GST കളക്ഷൻ കഴിഞ്ഞ വർഷത്തേക്കാൾ 11.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1.78 ലക്ഷം കോടിയായി മാറി. 2024 ഫിനാൻഷ്യൽ ഇയറിലെ എൻ്റയർ GST കളക്ഷൻ 20 ലക്ഷം കോടി എന്ന ബെഞ്ച് മാർക്ക് മറികടക്കുകയും ചെയ്തു. 2017 മുതൽ ആരംഭിച്ച GST കളക്ഷനിൽ റെക്കോർഡ് ചെയ്ത രണ്ടാമത്തെ ഏറ്റവും വലിയ കളക്ഷനാണ് 2024 മാർച്ച് മാസത്തിൽ രേഖപ്പെടുത്തിയത്. 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു ഏറ്റവും അധികം GST കളക്ഷൻ ഉണ്ടായത്. അന്ന് 1.87 ലക്ഷം കോടിയുടെ GST കളക്ഷനായിരുന്നു. അതിനുശേഷം ഏറ്റവും ഉയർന്ന GST കളക്ഷൻ ഈ മാർച്ച് മാസത്തിൽ രേഖപ്പെടുത്തി 1.78 ലക്ഷം കോടി. കഴിഞ്ഞ 3 മാസമായി GST കളക്ഷൻ 1.7 ലക്ഷം കോടിക്ക് മുകളിലാണ്. ജനുവരി മാസത്തെ GST കളക്ഷൻ 1.74 ലക്ഷം കോടിയും, ഫെബ്രുവരി മാസത്തേത് 1.70 ലക്ഷം കോടിയും, ഒക്ടോബർ മാസത്തേത് 1.72 ലക്ഷം കോടിയുമായിരുന്നു. ഔട്ട് ഓഫ് ടോട്ടൽ GST കളക്ഷനിൽ സെൻട്രൽ GST കളക്ഷൻ 34,532 കോടിയും, സ്റ്റേറ്റ് GST കളക്ഷൻ 43,746 കോടിയും, ഇൻ്റഗ്രേറ്റഡ് GST കളക്ഷൻ 87,947 കോടിയുമാണ്. ഇതിൽ തന്നെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ GST കളക്ഷനിലും GST കളക്ഷൻ പെർ മന്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം GST കളക്ഷൻ പെർ മന്ത് 1.5 ലക്ഷം കോടിയായിരുന്നു. അതിപ്പോൾ 1.68 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം എക്കോണമിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതും ഇന്നത്തെ ദിവസത്തെ
ഇതും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ക്യൂസിന് കാരണമായേക്കാം. ഇനി വരും സമയങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെക്ടറിൻ്റെ പേര് PSU ബാങ്ക്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ബൊഫ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക PSU ബാങ്കിംഗ് സെക്ടറിൽ വളരെയധികം ബുള്ളിഷാണ്. പല സ്റ്റോക്കുകൾക്കും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്ന ക്രെഡിറ്റ് എൻവയോൺമെൻറ്റ് PSU ബാങ്കുകൾക്ക് അനുകൂലമാണെന്നാണ് ബൊഫയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ പല PSU സ്റ്റോക്കുകളും അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭ്യവുമാണ്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ PSU സെക്ടറിലെ പല സ്റ്റോക്കുകളുടെയും ഏണിംഗ് പെർ ഷെയറിൽ 10 മുതൽ 20% വർധനവ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ റിട്ടേൺ ഓൺ അസറ്റും ഇംപ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏണിംഗ് റിക്കവറി സൈക്കിളിൽ PSU ബാങ്കുകൾ പിന്നിലാണ്. ഇത് ഏണിംഗ് റിക്കവറി സൈക്കിൾ തുടരാനുള്ള ഒരു കാരണമായി പ്രവർത്തിക്കും എന്നാണ് ബൊഫയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് PSU ബാങ്കിംഗ് ഇൻഡെക്സ് 96% റിട്ടേൺ നൽകി. കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് പോലുള്ള സ്റ്റോക്കുകൾ 100% റിട്ടേണും ബാങ്ക് ഓഫ് ഇന്ത്യ 80% റിട്ടേണും നൽകി. ബൊഫ PSU സെക്ടറിലെ 3 സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. യൂണിയൻ ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 180 രൂപയുടെ ടാർഗറ്റും, കാനറ ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 600 രൂപയുടെ ടാർഗറ്റും, ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബൈ എന്ന റേറ്റിംഗും 170 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്കിന് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും 90 രൂപയുടെ ഡൗൺ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. SBI, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബാങ്ക് ഓഫ് ബറോഡ, SBI തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൊഫ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും ലോവർ ലെവലിൽ നിന്നും സ്റ്റോക്കുകൾ വളരെയധികം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹയർ സൈഡിലോട്ടുള്ള ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗും നൽകാത്തത്. യൂണിയൻ ബാങ്ക് എന്ന സ്റ്റോക്ക് 186 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 160 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രേക്കൗട്ട് വന്നാൽ 20 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് യൂണിയൻ ബാങ്കിൽ പ്രതീക്ഷിക്കാം. കാനറ ബാങ്ക് 588 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 600 സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഡൗൺ സൈഡിൽ നിന്നുള്ള ബൈയിങ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രകടമാണ്. 140 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 150, 160 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്